ഇപ്പോൾ അഡ്വക്കേറ്റ് എ ജയശങ്കർ ടെലിഫോണിലായിരുന്നു. അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഈ ക്ഷേമ പെൻഷൻ 1600 രൂപ അത് കിട്ടാതെ സാധാരണക്കാരായ ആളുകൾ കഷ്ടപ്പെടുന്നത്, അവർ സമരത്തിലേക്ക് പോകുന്നത്, ഇതൊക്കെ വാർത്തയായി ഒക്കെ നമ്മൾ നൽകിയതാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം, ഇത് സർക്കാർ ഉദ്യോഗസ്ഥർ, അതും ഗസറ്റഡ് റാങ്കിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി ടീച്ചർമാരും ഉൾപ്പെടെ, കൂടാതെ മെഡിക്കൽ വകുപ്പിലുമൊക്കെയുള്ള ജീവനക്കാർ, അങ്ങനെ 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ഈ ക്ഷേമ പെൻഷൻ തുക വാങ്ങുന്നുണ്ടായിരുന്നു അനധികൃതമായി എന്നുള്ളതാണ്. ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിവരമാണ്. അഡ്വക്കേറ്റ് എ ജയശങ്കർ, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? അത് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഈ പ്രവൃത്തി നമുക്ക് ഒരു തരത്തിലും നീതീകരിക്കാനോ ന്യായീകരിക്കാനോ പറ്റുകയില്ല. രണ്ടു തരത്തിലുള്ള വിശ്വാസവഞ്ചന ഇതിനകത്തുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ, ഒരു വിധവ പെൻഷൻ വാങ്ങുന്ന ഒരാൾ കർഷക തൊഴിലാളി പെൻഷൻ അപേക്ഷ കൊടുത്താൽ കിട്ടുകയില്ല. ഒരാൾക്ക് ഒരു സമയത്ത് ഒരു ക്ഷേമ പെൻഷൻ കിട്ടാൻ അർഹതയുള്ളൂ. അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കിട്ടുന്ന ഒരാൾക്ക് മറ്റൊരു പെൻഷന് അപേക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയല്ലോ. സർക്കാരിന് ശമ്പളം വരുന്ന ഒരു വ്യക്തി ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. ഈ ക്ഷേമ പെൻഷൻ കിട്ടാത്ത അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വൈകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. മറിയക്കുട്ടി എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട സ്ത്രീ ചട്ടിയെടുത്ത് ഭിക്ഷാടനം നടത്തിയ വാർത്ത നമ്മളൊക്കെ കൊടുത്താണല്ലോ. അപ്പൊ അങ്ങനെയുള്ളതായി ഈ സംസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇത് വാങ്ങുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമാണ്. അത് അവരുടെ പേരിൽ സർക്കാരിന് രണ്ടു തരത്തിലുള്ള നടപടി എടുക്കും. ഒന്ന്, ഇവരിൽ നിന്ന് ഇതുവരെ അനർഹമായി കൈപ്പറ്റിയ തുക തിരിച്ചു പിടിക്കാം, പലിശ അടക്കം തിരിച്ചു മേടിക്കാം. പിന്നെ അവർ തിരിച്ചടച്ചില്ലെങ്കിൽ അവരുടെ അതെ, അത് ഇപ്പോൾ തന്നെ പലിശ ഉൾപ്പെടെ തിരിച്ചു പിടിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. ധനവകുപ്പ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. പക്ഷേ അത് മതിയോ അഡ്വക്കേറ്റ് എ ജയശങ്കർ? ഇത് വലിയൊരു തട്ടിപ്പല്ലേ ഇവർ നടത്തിയത്? അതെ, അവരുടെ പേരിൽ സർക്കാരിന് വേണമെങ്കിൽ വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുക്കാം, ക്രിമിനൽ കേസെടുക്കാം. അതിനേക്കാളും എളുപ്പത്തിൽ ഒരു മാർഗം ഞാൻ പറയും. ഇവര് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള നിലയ്ക്ക് സർക്കാരും ജനങ്ങളും അവരിൽ അർപ്പിച്ച ആ വിശ്വാസത്തെ വഞ്ചിച്ചിരിക്കുക. അപ്പോൾ അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കോഡ് ഓഫ് കോണ്ടക്ട് അനുസരിച്ച് അവരുടെ ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് പ്രകാരം ഇവരുടെ ഉടനെ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിടുകയും ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവരെ മാതൃകാപരമായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് അച്ചടക്ക നടപടി കൈക്കൊണ്ട് അവരെ ശിക്ഷിക്കുകയും ചെയ്യണം. ക്രിമിനൽ കേസ് എടുത്ത് അവരെ ശിക്ഷിക്കില്ല, അത്ര എളുപ്പമല്ല. നമ്മുടെ നാട്ടിലെ പോലീസും നമ്മുടെ നീതിന്യായ സംവിധാനമൊക്കെ ആയതുകൊണ്ട് ഒന്നാമത് അത് ഒരുപാട് സമയമെടുക്കും. രണ്ടാമത് അതിൽ കുറ്റം തെളിയിക്കലും ശിക്ഷിക്കലും ഒക്കെ അത്ര എളുപ്പമല്ല നമ്മുടെ നാട്ടിലെ ഒരു സംവിധാനം അനുസരിച്ച്. അപ്പൊ എന്നെക്കാൾ എളുപ്പം വലിയ ശിക്ഷാ നടപടി കൈക്കൊള്ളുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് സർക്കാർ അവരിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം ഇവർ ഹനിക്കുകയും വിശ്വാസവഞ്ചന നടത്തി സർക്കാർ പണം മറ്റു രീതിയിൽ അനർഹമായി അവിഹിതമായി കൈപ്പറ്റുകയും ചെയ്തിരിക്കുന്നു എന്ന കാരണത്തിൽ ഈ യോഗ്യന്മാർക്കെതിരായിട്ട് തീർച്ചയായിട്ടും നടപടി കൈക്കൊള്ളണം. അതല്ലാതെ വേറെ യാതൊരു മാർഗമില്ല. ഇത് പക്ഷെ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഈ തരത്തിലേക്ക് ഇതിൽ ഈ പട്ടികയിലൊക്കെ കടന്നുകൂടി? ഇത് എത്ര കാലമായി തട്ടിപ്പ് നടത്തുന്നു എന്നത് അതിൻ്റെ കണക്ക് വിവരങ്ങൾ ഇനി പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും കുറച്ചു കാലങ്ങളായി ഇവർ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇത് ഏത് തരത്തിലേക്കാണ് ഇങ്ങനെ ഈ വലിയ മാനദണ്ഡങ്ങളൊക്കെ വച്ചുകൊണ്ട് നൽകുന്ന ക്ഷേമ പെൻഷനിൽ ഇവർക്ക് കൈയിട്ട് വരാൻ കഴിയുന്നത് എന്നൊരു ചോദ്യമല്ലേ അഡ്വക്കേറ്റ് ജയശങ്കർ? അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് തീർച്ചയായിട്ടും ആ വിഷയമുണ്ട്. അതടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കപ്പെടണം. മാത്രമല്ല ഇനി മേലിൽ ഭാവിയിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. സംവിധാനത്തിൽ അതനുസരിച്ചുള്ള പരിഷ്കാരം വരുത്താനും സർക്കാരിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് തട്ടിപ്പ് കണ്ടുപിടിക്കുക, ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം ഇയാൾ വാങ്ങിച്ചത് തട്ടിപ്പായി പോയി, വാങ്ങിയത് തെറ്റായി പോയി, ആ കാശ് അയാളിൽ നിന്ന് തിരിച്ചു ഈടാക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ട് മാത്രം കാര്യം. ഇങ്ങനെയുള്ള വിശ്വാസവഞ്ചന ഭാവിയിൽ നടക്കാതിരിക്കാനും നടത്തുന്നവർക്ക് കൃത്യമായിട്ട് ശിക്ഷ കൊടുക്കുമെന്ന് സർക്കാരിന് ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം. അല്ല, സർക്കാരിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അതൊക്കെ നമ്മൾ വാർത്തയായി നൽകാറുണ്ട്. ഈ ക്ഷേമ പെൻഷൻ പോലും എത്രയോ മാസങ്ങളായി മുടങ്ങുന്ന നമ്മൾ വാർത്ത നൽകാറുണ്ട്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അത് കൃത്യമായി കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള തട്ടിപ്പ് അതിൽ നടക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ. അതെ, തീർച്ചയായിട്ടും വളരെ ഗൗരവാർഹമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. ഇതിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. എങ്കിൽ തന്നെ ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്താൻ പറ്റും. സർക്കാർ ഖജനാവിൽ ധാരാളം പൈസ ഉണ്ട് എന്ന് വെച്ച് അനർഹരായ ആളുകൾക്ക് രണ്ടും മൂന്നും അക്കൗണ്ടിൽ എഴുതി മേടിക്കാൻ പറ്റും. അതൊരിക്കലും അനുവദനീയമല്ല, അഭിലഷണീയമല്ല. തീർച്ചയായിട്ടും നടപടി എടുക്കപ്പെടേണ്ട ഒരു കുറ്റം തന്നെയാണ്. അത് ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ വാങ്ങുന്നത്. ഇപ്പോൾ വരുന്ന കണക്ക് 373, പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224, മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124, അങ്ങനെ 1458 എന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഗസറ്റഡ് റാങ്കിലുള്ളവർ, അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി ടീച്ചർമാരും ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർക്കൊക്കെ ലക്ഷക്കണക്കിനോ അതിന് തൊട്ട് താഴെയൊക്കെയായി ശമ്പളമുള്ളവരാണ് ഈ 1600 രൂപയും കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഗൗരവതരം.
അല്ല, ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. ഇപ്പൊ നിങ്ങൾ ഈ കണക്ക് പറഞ്ഞുകൊണ്ട് പറയാം, കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുത്തഴിഞ്ഞ രണ്ട് വകുപ്പുകളാണ്. ഒന്ന് വിദ്യാഭ്യാസ വകുപ്പും മറ്റത് ആരോഗ്യ വകുപ്പും. സ്വാഭാവികമായിട്ടും ഏറ്റവും അധികം ഇതുപോലെയുള്ള കുൽസിത പ്രവർത്തികൾ നടക്കാൻ സാധ്യതയും ആ വകുപ്പിൽ തന്നെ. ഇനി ഇതിനോട് കൂട്ടിച്ചേർത്ത് നിങ്ങൾ ആ കണക്കൊന്നുകൂടി വായിച്ചാൽ കാര്യങ്ങൾ കൃത്യമാവും. നന്ദി അഡ്വക്കേറ്റ് എ ജയശങ്കർ. ഏതായാലും ഞെട്ടിക്കുന്നൊരു വിവരമാണ്. ഇതിൽ ഇപ്പോഴെങ്കിലും സർക്കാർ ഒരു പരിശോധനയ്ക്ക് തയ്യാറായത് നന്നായി എന്നുള്ളതാണ് നമ്മളും പറയുന്നത്.